കൃത്യമായി ഇത് എവിടെയാണ് ഇപ്പോൾ വിലാപയാത്ര എത്തിയിട്ടുള്ളത്? തിരക്ക് നിയന്ത്രിക്കാനാവുന്നുണ്ടോ? മോത്തി അല്പസമയത്തിനകം ഹരിപ്പാട് ജംഗ്ഷനിലേക്ക് VSന്റെ ഭൗതിക ശരീരവും വഹിച്ചുള്ള വിലാപയാത്ര എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത് ഇനിയും വളരെ വേഗത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന വേഗതയൊക്കെ വർദ്ധിപ്പിച്ച് കുറച്ചുകൂടി വേഗത്തിലാക്കിയെങ്കിലും ഇപ്പോഴും ആ യാത്ര ഹരിപ്പാടേക്ക് എത്തിയിട്ടില്ല. ഇവിടെ വലിയ ഒരു ജനസഞ്ചയമാണ് ഹരിപ്പാട് ജംഗ്ഷനിൽ ഈ ടൗണിൽ കാത്തു നിൽക്കുന്നത്. റോഡിൻ്റെ ഇരുവശവും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇത് ഈ ടൗണിൻ്റെ തുടക്കമാണ്. ഞാൻ നിൽക്കുന്നത് ടൗണിൻ്റെ തുടക്കത്തിലാണ്. ഇവിടെ നിന്ന് ആരംഭിക്കുന്ന ഒരു ജനങ്ങളുടെ മതിൽ അതങ്ങനെ നീണ്ട് ഈ ടൗൺ അവസാനിക്കുന്നത് വരെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന് തൊട്ടു മുമ്പുള്ള സ്ഥലങ്ങളിലെല്ലാം. അപ്പോൾ ഈ ജനങ്ങളുടെ ഈ മതിലിനെ കടന്ന് എങ്ങനെയാണ് VSന്റെ വിലാപയാത്രയ്ക്ക് കടന്നു പോകാൻ കഴിയുക? ആ നിൽക്കുന്ന ഓരോ കണ്ണുകൾക്കും മുന്നിൽ ആ മനുഷ്യന്റെ മുഖമൊന്ന് കാണിക്കാതെ ആ വിലാപയാത്രയ്ക്ക് കടന്നു പോകാൻ കഴിയില്ല. ഇത് ആലപ്പുഴയുടെ വിപ്ലവ മണ്ണാണ്. VSനെ VSആയി വാർത്തെടുത്ത മണ്ണാണ്. ഈ മണ്ണിൽ നിന്നുകൊണ്ടാണ് VS ജീവിതം പഠിച്ചത്, VS പോരാട്ടങ്ങൾ പഠിച്ചത്. പുന്നപ്രയുടെ മണ്ണാണ്. പുന്നപ്ര വയലാർ സമരങ്ങൾക്ക് ഒപ്പം നിന്ന ഒരു പോരാളി, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏക പോരാളി. ആ പോരാളിയാണ് ഇപ്പോൾ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. നമ്മളുടെ ഒപ്പം 100 വർഷത്തോളം ജീവിച്ച ആ വലിയ നേതാവാണ് ആലപ്പുഴ മണ്ണിലൂടെ ഈ യാത്രാമൊഴി ചൊല്ലി പോകുന്നത്. ആ VSനെ കാണാൻ പ്രത്യേകിച്ച് ആലപ്പുഴക്കാർക്ക് അങ്ങേയറ്റത്തെ വികാരവായ്പാകും. കാരണം അവർക്ക് ഒരിക്കലും മറക്കാനാകാത്ത നേതാവാണ്. അവരെ ഇത്രയും കാലം VSന്റെ നാട്ടുകാരനാണെന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളിപ്പിച്ച ഒരു നേതാവാണ്. എങ്ങനെയാണ് നിങ്ങൾ VSനെ ഓർക്കുന്നത്? VSനെ ഓർക്കുന്നു. VSനെ ഓർക്കാതെ ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിക്കാൻ പറ്റുമോ? ഞങ്ങളെ ഈ ഇന്നത്തെ രൂപത്തിൽ രൂപപ്പെടുത്തിയെടുത്തത് VS അല്ലേ? ഈ ആലപ്പുഴ ജില്ലയിലെ പാവപ്പെട്ട തൊഴിലാളിയുടെ ഏത് സമര പോരാട്ടത്തിലും VS ഉണ്ടായിരുന്നു. VS ഒരു പ്രക്ഷോഭകാരിയല്ലായിരുന്നു. VSന്റെ ഒരു ഫണ്ടമെൻ്റലായ ഒരു വിഷയമുണ്ട്, പ്രത്യേകതയുണ്ടായിരുന്നു. തൊഴിലാളി വർഗ താല്പര്യത്തിനെതിരാണെന്നുള്ള ഒരു കാര്യത്തോടും VS കോംപ്രമൈസ് ചെയ്തിട്ടില്ല. VS അൺകോംപ്രമൈസിങ് ആയിരുന്നു. അതിനോട് മാത്രം VS തൊഴിലാളി വർഗ താല്പര്യത്തിനെതിരാണെന്നുള്ള ഒരു വിഷയത്തോടും VS ഒരിക്കലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം രൂപം കൊണ്ടത് ആലപ്പുഴയുടെ മണ്ണിലാണ്. മനസ്സിലായോ? അവിടെ നിന്നാണ് VS എന്ന് പറയുന്ന വിപ്ലവകാരി രൂപം കൊള്ളുന്നത്. ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലൂടെയാണ്, അതിൽ പിച്ചുവെച്ചുകൊണ്ടാണ്, പി കൃഷ്ണപിള്ളയുടെ നിർദ്ദേശപ്രകാരം തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് VS ഈ മണ്ണിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്ര യാത്ര ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഏത് വിഷയം VS ഇടപെട്ടാലും അതിൽ തൊഴിലാളി വിരുദ്ധതയുണ്ടെങ്കിൽ അതിനോട് മുഖം തിരിക്കുന്ന, അല്ലെങ്കിൽ അതിനൊരു കോംപ്രമൈസിനും തയ്യാറാകാത്ത ഒരു നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. ആ VS അച്യുതാനന്ദനെയാണ് ഈ നാട് അവസാനമായി യാത്രയയപ്പ് നൽകി കടന്നു പോകുന്നത്. ഈ ഹരിപ്പാട് ടൗണിൻ്റെ രണ്ടു വശത്തും പ്രായഭേദമന്യേ ജനങ്ങൾ തിങ്ങി നിൽക്കുകയാണ്. അവർക്ക് ഒരുപാട് കഥകൾ, അവരുടെ മുൻതലമുറ പറഞ്ഞുകൊടുത്ത VSനെ പറ്റിയുള്ള കഥകൾ അവർക്കുണ്ട്. അവരുടെ മുൻതലമുറ കർഷക തൊഴിലാളികളായിട്ടുള്ള തലമുറയ്ക്ക് അന്തസ്സാർന്നൊരു ജീവിതം നൽകിക്കൊടുത്ത, ജന്മിമാരുടെ അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ചെടുത്ത VSന്റെ പോരാട്ടങ്ങളുടെ കഥ കേട്ടുകൊണ്ടാണ് ഈ ഓരോ ആലപ്പുഴക്കാരനും വളർന്നു വന്നത്. അതുകൊണ്ട് അവർക്ക് VSനെ അങ്ങനെ കാണാതെ പോകാൻ കഴിയില്ല. VSനെ അവസാനമായി ഒരു നോക്ക് കാണാതെ, VSന് യാത്രാമൊഴി നൽകാതെ അവർക്ക് പിരിഞ്ഞു പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ വൈകുന്നേരം മുതൽ VS മരണപ്പെട്ടു എന്ന വാർത്ത കേട്ടപ്പോൾ മുതൽ അവർ VSനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. തീർച്ചയായിട്ടും നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇപ്പോഴും കാത്തു നിൽക്കുന്നു. ഒരു നോക്ക് കണ്ട ശേഷമേ മടങ്ങൂ എന്ന ആ ഒരു നിശ്ചയദാർഢ്യത്തോടെ വിവിധ ഇടങ്ങളിൽ നിന്നെത്തിയവർ നിലകൊള്ളുന്നത് നമുക്ക് കാണാം. റോഡിൻ്റെ ഇരുവശങ്ങളിലും